Okay, your next question, probability question ആണ്. A bag contains, see repeated ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ പ്രോബബിലിറ്റി. അതേപോലെ സ്റ്റാറ്റിയുടെ ഏരിയ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പ്രീവിയസ് ആയി കഴിഞ്ഞതാണെങ്കിൽ ഭയങ്കര ഈസിയും ആയിരുന്നു സ്റ്റാറ്റി ഒക്കെ. A bag contains 5 red, 7 white and 3 green balls. One ball is randomly drawn from the bag. What is the probability? What is the probability that it is green? Option A 12 by 15, option B 1 by 5, option C 7 by 15 and option D 1 by 3. A bag contains 5 red, 7 white and 3 green balls. One ball is drawn from the bag. What is the probability that it is green? എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കുക. You have a bag. Bag വേറെ കളറിൽ വരയ്ക്കാം. ഓക്കെ, ബ്ലാക്ക് തന്നെ വരയ്ക്കാം. ബാഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് 5 റെഡ് ബോൾ ഉണ്ട്. സോ 1 2 3 4 5, 5 റെഡ് ബോള്, 7 വൈറ്റ്. വൈറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ യെല്ലോ ആണ് തൽക്കാലത്തേക്ക് ഞാൻ എടുക്കുന്നത്, വൈറ്റ് വരച്ചാൽ കാണില്ല. 2 3 4 5 6 7. സോ 7 റെഡ് ബോൾ ഉണ്ട്. നൗ യു ഹാവ് 3 ഗ്രീൻ ബോൾ. 1 2 3, 3 ഗ്രീൻ ബോൾ ഉണ്ട്. അപ്പം ഇൻ ടോട്ടൽ നമ്മളുടെ കയ്യിലുള്ളത് 7 10 15 ബോൾസ് ആണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്. A bag contains 5 red, 7 white, 3 green ball. One ball is drawn random from a bag. എത്ര ബോളാണ് നമ്മൾ എടുക്കുന്നത്? ഒരൊറ്റ ബോളെ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് ഗ്രീൻ ആവാനുള്ള ചാൻസ് എത്രയാണെന്നാ ചോദിച്ചത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര ഗ്രീൻ ബോൾസ് ഉണ്ട്? You have 3 green balls. 1 2 3. 3 green balls. In total എത്ര ബോൾ ഉണ്ട്? In total 15. So when you cancel this, you will get the answer 1 by 5. Option B is your right answer. So ശ്രദ്ധിച്ചേ, എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ മോഡൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് റീസെന്റ് ആയി കഴിഞ്ഞ എക്സാമിന്റെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. Am I clear? Is it clear for all? Clear? Okay. Let's move on to the next question. If in a distribution, mean is equal to 40, mode is equal to 60, standard deviation is equal to 10, then the coefficient of skewness, very simple questions. Coefficient of skewness is option A -2, option B 2, option C -20 and option D 5. If in a distribution mean is equal to 40, mode is equal to 60, standard deviation equals 10, then find coefficient of a skewness. Very simple question. Coefficient of a skewness കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് mean minus mode by standard deviation. Coefficient of skewness SQ എന്നാണ് എഴുതുക. മീൻ എന്ന് പറഞ്ഞാൽ 40, മോഡ് എന്ന് പറഞ്ഞാൽ 60, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. -20 by 10. When you cancel this, you will get the answer -2. Option A will be your right answer. Am I clear? Clear ആണോ? ഷൈദ മാം, കമില മാം, ക്ലിയർ? ഓക്കെ, അവിടെ നമ്മൾ ഒന്നും ചെയ്യണില്ല, ഡയറക്റ്റ് ആയിട്ട് ആ ഫോമിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ, നത്തിങ് എൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോയാൽ 2017 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ
If export price increases by 5% and import price by 20%, the commodity terms of trade is option A 0.91, option B 0.87, option C 0.25, option D 4. എല്ലാവരും ആൻസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഇവിടെ എന്താ പറഞ്ഞത്? എക്സ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് 5% വെച്ചിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇമ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് 20% വെച്ച് വർദ്ധിച്ചിരിക്കുന്നു. ടേംസ് ഓഫ് ട്രേഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയുന്നത് പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ബൈ പ്രൈസ് ഓഫ് ഇമ്പോർട്ട് ആണ്. പ്രൈസ് ഓഫ് എക്സ്പോർട്ട് ബൈ പ്രൈസ് ഓഫ് ഇമ്പോർട്ട് ആണ്. ലെറ്റ് ദ പ്രൈസ് ബി 100. നമുക്ക് അറിയില്ല എത്രയാണ് പ്രൈസ് എന്ന്. സോ നമ്മൾ അതിനെ 100 ആയിട്ട് അനുമാനിക്കുന്നു. ഇൻക്രീസസ് 5% എന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു, അത് 5% വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ 105. ഇനി ഇമ്പോർട്ട് പ്രൈസ് 20% അപ്പം 20% വർദ്ധിച്ചിരിക്കുന്നു. 100 ആണെങ്കിൽ അത് 120 ആയി. Now just apply it in the formula 105 by 120. So when you നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ you will get the answer 0.87 and option B will be your right answer. Am I clear? Option B 0.87 ആണ് ശരിയായത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവിടെ കമില മാം ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Given the consumption function C is equal to 0.75y and investment function is given the consumption function C is equal to 0.75y and investment function is 110 minus 0.25i. Find the equation of the IS function. IS functionന്റെ equation ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായി പറഞ്ഞിട്ടുള്ളത്. Given the consumption function C is equal to 0.75y, I is equal to 110 minus 0.25i. Find the equation of IS function. So it's very easy to find out. Yes, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള equation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y is equal to c plus i ആണ്. നമുക്കറിയാം IS function എന്ന് പറഞ്ഞാൽ y is equal to c plus i ആണ്. So y is equal to 0.75y plus 110 minus 0.25i. Now y നെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. y ഇതിനെങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ പ്ലസ് ആ. So when it is take over to that particular position or to its left side, it becomes minus. Minus 0.75y is equal to 110 minus 0.25i. So ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പം 1ന്ന് 0.75 നമ്മൾ മൈനസ് ചെയ്യുന്നു. So you will get 0.25. 0.25y is equal to 110 minus 0.25i ആണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് y ആണ് ഇക്വേഷൻ കിട്ടേണ്ടത്. y is equal to 110 minus 0.25i divided by 0.25. അതായത് നമ്മൾ ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. 110 by 0.25 minus 0.25i by 0.25. ഇനി നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ ഇതിനെ നമുക്കൊന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യണം. സോ 110 into നമുക്ക് ഈ പോയിന്റ് കളയണല്ലോ, 100 by
0.25 into 100. So നമുക്ക് ഇവിടെ 110 into 100 by 25 എന്ന് കിട്ടും. ഇതും നമ്മൾ ക്യാൻസൽ ചെയ്ത് നോക്കുക. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ അപ്രോച്ച് എടുക്കാൻ പറ്റുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 110 ആണ്. ഇതും ക്യാൻസൽ ചെയ്യാം. നമുക്കറിയാം 25 4 എന്ന് പറയുന്നത് 100 ആണ്. സോ 110 into 4 which will give you the answer 440 എന്ന് കിട്ടി. സോ ഇവിടെ 440 കിട്ടി. മൈനസ് ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം, I ആണ്. സോ y is equal to 440 minus I എന്ന് പറയുന്നതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ചെയ്തത് y is equal to c plus I. y is equal to c നമുക്കറിയാം, I യും തടയാം. നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. സോ y minus 0.75 y is equal to 110 minus 0.25 I. നമ്മൾ റെഡ്യൂസ് ചെയ്തപ്പോൾ 0.25 y എന്ന് കിട്ടി is equal to 110 minus 0.25 I. y ഇവിടെ വെച്ചു, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. സോ ഇറ്റ് becomes 110 minus 0.25 I by 0.25. നമ്മൾ സ്പ്ലിറ്റിംഗ് പ്രോസസ്സിലേക്ക് പോയി and when we went with that we got the answer as 440 minus I. Is it clear? Am I clear? Clear ആണോ എല്ലാവർക്കും? ഒന്ന് പറയണേ. Should I repeat?